ലോകം വിസ്മയിക്കുന്ന പ്രവൃത്തി നിന്നെ കണ്ട് നിന്റെ തലമുറയെ കണ്ട് പറയുന്ന ദിവസങ്ങളായത്. അത് കണ്ടുകൊണ്ട് വേണം കർത്താവിനോട് നന്ദി പറയാൻ. ചില കാര്യങ്ങൾ നിന്റെ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകരം വിട്ടേച്ച് പറയണം, എനിക്കൊരു പദ്ധതിയുണ്ട്. പിശാച് നിന്റെ കാര്യങ്ങൾ നടക്കത്തില്ല. കാരണം എന്നെ കുറിച്ചും എന്റെ തലമുറയെ കുറിച്ചും എന്റെ കർത്താവിന്റെ പദ്ധതി വലിയ പദ്ധതിയാ. വലിയ പദ്ധതി വിളിച്ചു പറ, വലിയ പദ്ധതിയാ. ലോകം കാണുന്ന പദ്ധതി തന്നെ ഒരുങ്ങിയിരിക്കുന്നത്. ഒരിടത്ത് നീ ഒരു പരാജയമാകത്തില്ല. കാരണം നമുക്ക് വേണ്ടി യേശു കർത്താവ് പരാജയമായി തീർന്നു. പരാജയപ്പെട്ടതല്ല കേട്ടോ, എനിക്ക് വേണ്ടി യേശു കർത്താവ് കാൽവരിയിൽ പരാജയമായി തീർന്നില്ല. അതെന്തിനാണെന്നറിയോ? ഞാൻ പരാജയപ്പെടാതിരിക്കാൻ. യേശുവിന് പരാജയം എന്നല്ല പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സകലത്തിന്റെ ഉടയവനായ കർത്താവ് നിന്റെ അകത്തിരിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിൽ നീ വാഴുക തന്നെ ചെയ്യും. വാഴാൻ വേണ്ടിയാ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. എനിക്കൊരു വാഴ്ചയുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു വാഴ്ചയുണ്ടെന്ന് പറ. എനിക്കൊരു വാഴ്ചയുണ്ട്. എന്നെ വിളിച്ചവർ വിശ്വസനാന്ന് പറ. എനിക്കൊരു വാഴ്ചയുണ്ട്. നീ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നിങ്ങൾ ജനിപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ നിന്റെ തോളത്തിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. കാരണം ഞാനൊരു അനുഗ്രഹമാ. എന്നെ കാണുന്ന ഒരു അനുഗ്രഹമാ. ഞാൻ അനുഗ്രഹം അനുഭവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. പറഞ്ഞു വിടുന്ന വാക്കുകൾക്ക് ജീവൻ, മരണവും ജീവനും എന്റെ നാവിന്റെ മുമ്പിലായിരിക്കുന്നു. ശരീരത്തിലെ ചില രോഗങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ കണ്ടോ, ഒരു കാര്യത്തിൽ പുറകോട്ട് വലിയരുത്. വിളിച്ച കർത്താവിനെ നിങ്ങൾ ബെസ്റ്റായിട്ട് നടത്താൻ അറിയാം. കർത്താവിന് തെറ്റ് പറ്റത്തില്ല. ഒന്ന് അടുത്തിരിക്കുന്ന വ്യക്തികൾ പറഞ്ഞ് കർത്താവിന് തെറ്റ് പറ്റത്തില്ലെന്ന് പറ. യേശുവിന് തെറ്റ് പറ്റത്തില്ല. യേശുവിന് തെറ്റ് പറ്റത്തില്ല. ഹല്ലേലൂയ. എന്റെ യേശുവിന് തെറ്റ് പറ്റത്തില്ല.